ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീനി. ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള വീനൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഈ ഒരു കഫ്താൻ ഉണ്ട്. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പീസാണ് കേട്ടോ. ഇവിടെ ഇതും കുറെ പീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഷോപ്പിൽ വന്നിട്ടും അല്ലാത്തവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസാണ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഇതും വിത്ത് ലൈനിങ് തന്നെയാണ്. ലൈനിങ് സെപ്പറേറ്റ് ആണ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ചെക്സ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ്. ഇതുപോലെ ചെക്സ് വന്ന ഇതേ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ ലെങ്ത് 47-48 ആണ് വരുന്നത്. ഇത് നമ്മൾ അറ്റാച്ച് സെപ്പറേറ്റ് ഇന്നർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാനായിട്ട് കഫ്താൻസ് ചെയ്തു. നമ്മൾ എന്നോട് ഷ്രഗ് ചെയ്തില്ലെന്ന് എല്ലാവരും ചോദിച്ചു. ആയിട്ട് ഒരു സിമ്പിൾ ആണ്, അന്ന് കാണാൻ നല്ലൊരു സ്റ്റൈൽ ആവണമെന്ന് വെച്ചിട്ട് ഒരു ഷ്രഗ് ചെയ്തേക്കുന്നത് ഇതേപോലെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്നർ എന്താ പറയാ, ഒന്നുകിൽ ക്രീം അല്ലെങ്കിൽ ഗ്രീനും ഡാർക്ക് ടോൺസ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ആ ഗോൾഡൻ കളറിലേക്ക് തന്നെയുള്ള ഇന്നർ കൊടുത്തിട്ട്, അതായത് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഇത് കണ്ടോ, ഈ ഒരു ഡിസൈൻ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഉള്ളിലേക്ക് നമ്മൾ ഒരു പോപ്ലിൻ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു എ ലൈൻ ഇന്നർ ആണ് കൊടുത്തേക്കുന്നത്, ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഷ്രഗ് ഇതേപോലെ ഒരു ഹാഫ് കോളർ വിത്ത് ഈ ഒരു പര. അപ്പൊ ഞാൻ ഈ കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തോട്ട് ക്രീം കൊടുക്കാം, അതല്ല നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ടോൺസിന്റെ മെറൂണോ ഗ്രീനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പൊ ഞാൻ ഷ്രഗ് ആണ് കാണിച്ചത്. ഷ്രഗിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചത് ഇത് കണ്ടോ. വൺ സൈഡ് ഇതേപോലെ ബോർഡർ ഒക്കെ വന്നിട്ട് ആ ഒരു ബോർഡർ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ആ ഒരു വീവിങ് വന്നിട്ട് എന്നിട്ട് ഇതുപോലെ ഓൾ ഓവർ ഈ ഒരു ബൂട്ടാസ് ഉണ്ട്. രണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുമ്പോൾ അത്ര അറിയില്ല. ഇതുപോലെ കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ വന്നേക്കുന്നത്. അപ്പൊ ബാക്ക് സൈഡ് പ്ലെയിൻ ഈ ഒരു ഫാബ്രിക് ഫുൾ ഇതുപോലെ തന്നെയാണ്. അപ്പം ഇതിന്റെ ഫ്രണ്ട് നമ്മൾ ഒരു 3 പീസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഇവിടെ ഒരു പീസായിട്ട് ഇങ്ങനെ, പിന്നെ ബാക്കിലോട്ടും അങ്ങനെ ഒരു 3 പീസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇന്റീരിയർ ഞാൻ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു കളറാണ്, ഗോൾഡൻ കളർ. അപ്പം ഇതും കൂടി വേണമെങ്കിൽ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ അടുത്തത് വേറൊരു ഫാബ്രിക്കിലോട്ട് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഷ്രഗ് പാറ്റേൺ. ഇതിനകത്തോട്ട് ഇത് ഈ ഒരു കളർ ബൂട്ടാസ് വരുന്നുണ്ടോ. ആക്ച്വലി ഇതിന്റെ കളർ താഴെ സെയിം കളർ വരുമ്പോഴാണ് അതിന്റെ ആ ലുക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇതും കൂടെ ഇതും കൂടെ പെയർ ചെയ്ത്, ഇത് നമുക്ക് കുറച്ച് ഒരു ക്ലോസ് നെക്ക് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട്, ഇനി ഇത് ഓപ്പൺ ആയിട്ട് കിടക്കണത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇതുപോലെ ക്ലോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക്കിലോട്ട് ഇതേപോലെ, ഈ ഫാബ്രിക്കിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ പാറ്റേൺ ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പം ഇങ്ങനെ ഇതിന്റെ പക്ഷെ ഇന്നർ ക്രീം വരുമ്പോ വേണ്ട കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു അതും കൂടെ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ബൂട്ടാസ് ഇതുപോലെ, ഇത് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ, കാരണം പ്യുവർ ഫാബ്രിക് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതുള്ളൂ, കാരണം അതിന്റെ തിക്നെസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഇതിന്റെ ലുക്ക് ഇതേപോലെ ഉണ്ടാവും. ഇന്നർ നമുക്ക് ഇതേപോലെ എ ലൈൻ വേണമെങ്കിൽ അത് ചെയ്യാം, നല്ല ക്രീം കളറിൽ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിന്റെ കുറച്ചും കൂടെ ക്രീമിലേക്ക് വന്ന് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആവുമ്പോഴാണ് ഭംഗി ഉണ്ടാവുന്നത്. ഞാൻ അതിന്റെ ആ ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്